السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. അമ്മാ ബഅദ്. ഹാദിർനിയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തായി എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് കുടുംബജീവിതം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടതും മറ്റ് കച്ചവട മുആമലാത്തുകളുമായി ബന്ധപ്പെട്ടതുമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആവേശത്തോടുകൂടി പഠിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു വിഷയമാണ് കുടുംബജീവിതം എന്ന വിഷയത്തിൽ ഇസ്ലാം നൽകുന്ന പാഠങ്ങൾ എന്താണെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വിലയിരുത്താനുള്ള ഒരു മാനസികാവസ്ഥയും സന്ദർഭങ്ങളും പലപ്പോഴും നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. പല ആളുകളും ഒരുപക്ഷെ ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളും മറ്റും കേട്ടിട്ടുണ്ടാവുക, മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഒന്നെങ്കിൽ അവന്റെ നിക്കാഹിന്റെ വേളയിലായിരിക്കും. നിക്കാഹിന് പ്രത്യേകമായി നടക്കുന്ന ഖുതുബയിൽ അവിടെ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ അന്ന് മനസ്സിലാക്കിയതായിരിക്കും പലരും. അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നിക്കാഹിന് പങ്കെടുത്തപ്പോൾ ആ ചില സമയങ്ങളിൽ കേൾക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്നിരുന്നാലും ഈ ഒരു വിഷയം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പഠിക്കേണ്ടതും മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുമാണ്. അതാണ് യഥാർത്ഥത്തിൽ മുഅ്മിനിന്റെ ലക്ഷണം. ഇൽമ് നേടുക, അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പല രൂപത്തിലുള്ള മാനസിക സംഘർഷാവസ്ഥകൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പലതും നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറമായിരിക്കും. ചിലപ്പോൾ ഇൽമിന്റെ കുറവായിരിക്കാം, ചിലപ്പോൾ മറ്റ് കാരണങ്ങളൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എന്താണ് ദീനുൽ ഇസ്ലാം ഈ വിഷയങ്ങളിൽ കൃത്യമായി പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തുഷ്ടമായ ആരോഗ്യപരമായ കുടുംബജീവിതം, ഇസ്ലാമികമായ കുടുംബജീവിതം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി മനസ്സിലാക്കേണ്ടത് അൽ ഹുഖൂഖു സൗജിയ്യത്ത് ഫിൽ ഇസ്ലാം, ഭാര്യ ഭർത്താക്കന്മാരുടെ അവകാശങ്ങളും കടമകളും എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട കുറെ കടമകളുണ്ട്. മറ്റു ചിലത് ഭർത്താവിന് ഭാര്യയോടുള്ള കടമകളാണ്, അഥവാ ഭാര്യയുടെ അവകാശങ്ങളാണ്. മൂന്നാമത്തത് ഭർത്താവിന് കിട്ടേണ്ട അവകാശങ്ങളാണ്, അഥവാ ഭാര്യയുടെ കടമകളാണ്. ഇത് 3 നമ്മൾ 3ആയിട്ട് തന്നെ മനസ്സിലാക്കിയാൽ നമ്മുടെ സന്തുഷ്ടമായ ഒരു ജീവിതത്തിന്റെ കാരണമായി അത് മാറുമെന്നുള്ളതാണ്. ഒന്നാമത്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിൽ പണ്ഡിതന്മാർ നമുക്ക് എണ്ണിത്തരുന്നു അൽ മുആശറതു ബിൽ മഅറൂഫ്, പരസ്പരം ഏറ്റവും ഖൈറായ രീതിയിൽ മഅറൂഫോടുകൂടി വർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്,
നിങ്ങൾ നന്മയോട് പരസ്പരം വർത്തിക്കുക എന്നാണ് അവിടെ പ്രയോഗിച്ചത്. ഇവിടെ നമുക്കറിയാം, അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് മുഫാഅല വസ്ന് വന്നു കഴിഞ്ഞാൽ രണ്ടും പരസ്പരം ഉണ്ടാകണം, അപ്പോഴേ അത് പ്രാവർത്തികമാകുള്ളൂ. അതുകൊണ്ട് തന്നെ മുആശറത്ത് എന്നുള്ളത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വർത്തിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നിങ്ങൾ നന്മ വർത്തിക്കുക എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടു കൂട്ടരിൽ നിന്നുള്ള സഹകരണമാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഭാര്യയിൽ നിന്നുള്ള സഹകരണം മുആശറത്ത് ഉണ്ടാകുമ്പോൾ കാര്യമായി ഉണ്ടാകണമെന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് റിഫ്ക് കാണിക്കുക എന്നുള്ളതാണ്. പരസ്പരം റിഫ്ക് കാണിക്കുക, അനുകമ്പയോടുകൂടി കുടുംബജീവിതം നയിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് അൽ കലാമുൽ ലയ്യിൻ, നല്ല വാക്കുകൾ, ലോലമായ വാക്കുകൾ പ്രയോഗിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത് അൽ കറം, ഔദാര്യം കാണിക്കുക. എല്ലാ വിഷയത്തിലും കുടുംബജീവിതത്തിൽ ഔദാര്യം കാണിക്കണം. ഈ 3 കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തിലെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, സ്വഹാബാക്കളുടെ ജീവിതം എന്ന് ആഗ്രഹിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ദാമ്പത്യ ജീവിതം, അതുപോലൊരു ജീവിതം ആഗ്രഹിക്കാത്ത ആളുകളില്ല. അപ്പൊ ഏറ്റവും മാതൃക നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലഫുകളുമാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നമുക്ക് കാണുക എന്നുള്ളതാണ്. അതിലൊന്ന് റിഫ്ക് കാണിക്കുക എന്നുള്ളതാണ്. റിഫ്ക് കാണിക്കുക എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞല്ലോ, ഇന്ന ഫീകുമുൽ ഖസ്ലത്താൻ, നിനക്ക് 2 ഗുണങ്ങളുണ്ട്, 2 സ്വഭാവ ഗുണങ്ങളുണ്ട്. അതിലൊന്ന് അൽ ഹിൽമു വൽ അനാത്ത്. ഒന്ന് ഹിൽമാണ്. ഹിൽമ എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ ക്ഷമയോടുകൂടി അതിനെ പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. തർക്കുൽ ഗളബ് എന്നാണ് പണ്ഡിതന്മാർ അതിന് പറയാം. രണ്ടാമത്തത് അവധാവനയോടെ പറഞ്ഞാല് തർക്കുൽ ഇസ്തിഅജാൽ, ഒന്നും ധൃതിപ്പെട്ട് ചെയ്യാതിരിക്കാം. നമ്മളൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ഈ 2 കാരണം കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാറുള്ളത്. സഹോദരങ്ങൾ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സൗണ്ട് കുറച്ച് ഓർക്കാൻ പറ്റുക, ശരി. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു കുടുംബജീവിതത്തിലും എത്ര വലിയ തൗഹീദുള്ള ആളുകളാണെങ്കിലും അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കിയ ആളുകളുടെ ജീവിതത്തിലാണെങ്കിൽ പോലും കുടുംബജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരും, സ്വാഭാവികമാണ്. അപ്പൊ അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഹൃദയവിശാലതയാണ്. ഹൃദയവിശാലത ഒരു മുഅ്മിനുണ്ടെങ്കിൽ, ഇൻഷിറാഹു സദർ അതൊരു മുഅ്മിനുണ്ടെങ്കിൽ, സത്യവിശ്വാസിക്കുണ്ടെങ്കിൽ, അവനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും, അത് കുടുംബജീവിതം എന്നല്ല, വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അതുപോലെ തന്നെ അവന്റെ ഇബാദത്തുകളിലും മുആമലാത്തുകളിലും ഒക്കെ അവൻക്ക് ഖൈറുണ്ടാകുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് കുടുസുള്ളതായി മാറുമ്പോൾ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, അതിനെ പരിഹരിക്കാൻ നമുക്ക് കഴിയാതെ പോവുകയാണ്. അതുകൊണ്ടാണ് ഇൻഷിറാഹ് സദറിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ ധാരാളം സബബുകളെ പറയാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദ് ഉണ്ടാവുക എന്ന് തന്നെയാണ്. പക്ഷെ പലപ്പോഴും ധരിച്ചത് തൗഹീദും അത്യാവശ്യം ഒരു മൻഹജും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സലഫിയത്ത് പൂർത്തിയായി എന്നുള്ളതാണ്. ആ തെറ്റിദ്ധാരണയാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ തൗഹീദും ശരിയായ മൻഹജും മനസ്സിലാക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ അതിനുശേഷം കുറെ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹാബാക്കളുടെയും മുൻഗാമികളുടെയും ജീവിതം നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും 1-2 ഭാഗങ്ങളല്ല നമ്മൾ സലഫിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടെടുക്കേണ്ടത്. മറിച്ച് നമ്മുടെ സ്വഭാവത്തിലുണ്ടാകണം, നമ്മുടെ കച്ചവടത്തിലുണ്ടാകണം, മുആമലാത്തുകൾ ഉണ്ടാകണം,
കുടുംബജീവിതത്തിൽ ഉണ്ടാകണം, സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ ഒരു മുസ്ലിം ഏതൊക്കെ മേഖലയിൽ ഇടപെടുന്നുവോ അവിടെയൊക്കെ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ട ആ സലഫിയത്ത് അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സലഫ് സ്വാലിഹീങ്ങളുടെ ചര്യ, ആ മൻഹജു സലഫ് പരിപൂർണമായി നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. സഹോദരൻ, ഞാൻ ആലോചിച്ച് നോക്കിയേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുടുംബജീവിതം എന്നുള്ളത്. ആ ജീവിതം മനസ്സമാധാനത്തോടുള്ള ഒരു ജീവിതമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവന്റെ ബാക്കിയുള്ള എല്ലാം, അവന്റെ ഇബാദത്തുകൾക്ക്, അവന്റെ ബാക്കിയുള്ള എല്ലാ അവസ്ഥകൾക്കും അവനക്ക് വലിയ മനസ്സമാധാനവും ശാന്തിയും അവനക്ക് ലഭിക്കുകയാണ്. എന്നാൽ അതെങ്ങാനും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നാൽ നമ്മുടെ മനസ്സ് ഇടുങ്ങിയതായി മാറും. പിന്നീട് എല്ലാ വിഷയത്തെയും നമ്മളത് ബാധിക്കും. നമ്മുടെ ഇബാദത്തിനെ ബാധിക്കും, നമ്മുടെ മറ്റെല്ലാ മേഖലകളെയും, നമ്മുടെ മക്കളത് ബാധിക്കും, നമ്മുടെ മാതാപിതാക്കൾ അത് ബാധിക്കും. ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കി 3 കാര്യങ്ങൾ അതിന് പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒന്ന്, റിഫ്ക് ഉണ്ടാകുക. രണ്ടാമത്തെ, നല്ല വാക്കുകൾ, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും നല്ല വാക്കുകൾ പ്രയോഗിക്കുക എന്നുള്ളതാണ്. ശരി, ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങൾ അത് തുടർന്ന് വരുന്നതാണ്. മൂന്നാമത്തത് അൽ കറമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദാര്യം കാണിക്കുക. എല്ലാ വിഷയത്തിലും ഔദാര്യം കാണിക്കുക എന്നുള്ളത്. ഔദാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ സാമ്പത്തികമായിട്ട് അവർക്ക് എന്തെങ്കിലും ധാരാളം നൽകുക എന്നത് മാത്രമല്ല, വിട്ടുവീഴ്ച അത് ഔദാര്യത്തിന്റെ ഭാഗമാണ്. പല വിഷയങ്ങളും കടന്നു വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ ആവശ്യമുള്ളൊരു സംഗതിയാണ് തഗാഫുൽ വൽ കറം. തഗാഫുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടില്ല എന്ന് നടിക്കാം. കണ്ടല്ലോ, ചില വിഷയങ്ങള് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അങ്ങനെ ഒരു നടിക്കൽ എന്താണ്, ചില കുടുംബജീവിതത്തിൽ അനിവാര്യമായി വരേണ്ട സംഗതി ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഔദാര്യം എന്നുള്ള വിഷയം. ശരി, ഇതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട. 2 കൂട്ടർക്കും, ഭാര്യക്കും ഭർത്താവിനും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അൽ മുആശറതു ബിൽ മഅറൂഫ്. ശരി, രണ്ടാമത്തത് അൽ മുഹാഫദതു അലൽ ഉസ്റതി മിന തശത്തുതി വൽ ഇൻഹിയാർ. വളരെ ഒരു ഗൗരവമുള്ള വിഷയമാണ്. പല കാരണങ്ങളാൽ കുടുംബത്തിൽ ഛിദ്രതകൾ കടന്നു വരും. പല വിഷയങ്ങൾ, ദുനിയാവിന്റെ വിഷയത്തിൽ വരും, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ വരും, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് കടന്നു വരും. ഇങ്ങനെ പല രീതിയിലും പിശാച് ഒരു കുടുംബത്തില് ഛിദ്രത വരുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിശാചിന്റെ ഏറ്റവും ഷെറായ ഒരു കാര്യമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത് പിശാചിനെ സംബന്ധിച്ചുള്ള അതിനേക്കാളും സന്തോഷമുള്ള ഒരു കാര്യം വേറെ ഇല്ല എന്നുള്ളതാണ്. ആ ഒരു ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങൾ. ഇതിൽ ഏത് ഹദീസ് കേൾക്കുമ്പോഴും, ഏത് ഖുർആൻ ആയത്ത് കേൾക്കുമ്പോഴും നമുക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു ഗുണം എന്നുള്ളത്, ഞാനും നിങ്ങളും മുൻകാല ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതോ ഒരവസ്ഥയിലായിരുന്നു. തൗഹീദോ സുന്നത്തോ ഇല്ലാത്ത ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും അതുപോലെ തന്നെ ഹറാമിലും ഒക്കെ ഒരവസ്ഥയായിരുന്നു എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ് ഈ ഹിദായത്ത് എന്നുള്ള നിഅമത്ത്. ഈ നിഅമത്ത്, ഹിദായത്ത് എന്ന നിഅമത്തിനെ അതിനെ തെറ്റിച്ച് കളയുന്ന ഒരവസ്ഥയിലേക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കൊണ്ടുപോകരുത്. ഒരവസ്ഥയിലേക്കും നമ്മൾ വാതിലുകൾ തുറന്നു കൊടുക്കരുത്. പിശാചിന്റെ ഷെറിന്റെ വാതിലുകൾ നമ്മൾ ഒരു വിഷയത്തിലും നമ്മൾ തുറന്നു കൊടുക്കരുത്. കുടുംബജീവിതത്തിലേക്കാണ് അത് ഏറ്റവും പ്രധാനമായും പിശാച് നമ്മുടെ ഹിദായത്തിനെ പല രീതിയിലും പിശാച് നമ്മളെ ഹിദായത്ത് നഷ്ടപ്പെടുത്താനുള്ള അവസരങ്ങൾ അതിന്റെ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ നമുക്ക് ജിഹാദ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ നമുക്ക് സാധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഹിദായത്തിന് കോട്ടം വരുന്ന സഹോദരൻ. എത്ര ആളുകളുണ്ട്, നല്ല തൗഹീദുള്ള ആളുകളായിരുന്നു, സുന്നത്തുള്ള ആളുകളായിരുന്നു. പക്ഷെ അവർക്കിടയിൽ തലാഖ് സംഭവിച്ചതോടുകൂടി ആവേശത്തോടു കൂടിയാണ് അതിലേക്ക് കടന്നത്. പക്ഷേ ആ തലാഖ് സംഭവിച്ചതോടുകൂടി അവരുടെ ജീവിതം ആകെ താറുമാറായ അവസ്ഥകൾ. മക്കൾ അനാഥർ എന്ന് വിളിക്കുന്ന രൂപത്തിലേക്ക് മക്കൾ മാറി. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയും നഷ്ടപ്പെട്ട് അവസാനം ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോയ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പിശാചിന്റെ ഏറ്റവും വലിയ ഈ ഒരു മക്റാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത്. അത് വളരെ കരുതലോടുകൂടി തന്നെ നമ്മൾ ഓരോരുത്തരും അതിനെ സമീപിക്കണം എന്നുള്ളതാണ്. ആണ് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ മുഹാഫദത്തു അലൽ ഉസ്റ. കുടുംബജീവിതം എന്താണ്, നിലനിന്ന് പോകാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
മിനത്തശത്തുത്, മനസ്സിലല്ലേ? ഇങ്ങനെ ഭിന്നതകളും ചിത്രതകളും ഒക്കെ കടന്നു വരും. അപ്പോഴൊക്കെ എന്താണ് മുഹാഫദത്ത് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. ശരി, ഇനി എത്രത്തോളം എന്ന് വെച്ചാല് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് കാരണം, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ത്വയ്യിബായ ഒരു സൗഭാഗ്യ ജീവിതം നമുക്ക് നയിക്കാനൊക്കെ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തത് അൽ ഹുർമത്തുൽ മുസാഹറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഭർത്താവിന്റെ ഉപ്പ ഉമ്മ, അതുപോലെ തന്നെ വല്യപ്പ, അങ്ങനെയുള്ള പേരക്കുട്ടികൾ, ഇങ്ങനെയുള്ള പല വിഷയത്തിലും ഭാര്യ തിരിച്ചും ആ രൂപത്തിലും ഭാര്യ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. നമ്മൾ അവരെ ബഹുമാനിക്കാൻ ഇസ്ലാം വളരെയധികം ഗുണപാഠങ്ങൾ, ഇസ്ലാമിന്റെ ഗുണപാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരുടെ വാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ സ്വന്തം വാപ്പയും ഉമ്മയും എന്നാണ് നിലയ്ക്കെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും രൂപത്തിൽ അവര് മനസ്സിന് പ്രയാസം വരുത്തുന്ന, അല്ലെങ്കിൽ ഭാര്യക്ക് നമ്മളുടെ മതിപ്പ് നഷ്ടപ്പെടുത്തുന്ന, ഭാര്യയുടെ പിതാവിനെയോ മാതാവിനെയോ പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ മതിപ്പ്, ഭർത്താവിനോടുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷയത്തിലും ഒരു കാരണവശാലും നമ്മുടെ നാവ് കൊണ്ട് എന്തെങ്കിലും അവരെ വേദനിപ്പിക്കാനോ നമ്മുടെ പ്രവർത്തനം കൊണ്ട് അവരെ വേദനിപ്പിക്കാനോ നമുക്ക് പാടില്ല എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്തിനാ അവരെ ബഹുമാനിക്കാനും അവരെ ആദരിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. നേരെ മറിച്ചും തിരിച്ചും ഇത് ഭർത്താവിനും ഭാര്യയ്ക്കും രണ്ടു കൂട്ടർക്കും അതിന്റെ കാര്യങ്ങൾ കടമപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ വിഷയം മറ്റ് ഫിഖിയായ മസലകളും മറ്റുമായി കൊണ്ട് പറഞ്ഞത് ചിലത് നമുക്ക് ഒഴിവാക്കാം. എന്നിരുന്നാലും അവർക്ക് അത്തവാറുസു ബൈനഹുമ ബിമുജറദി ഇത്മാമിൽ അഖദ് സംഭവിക്കുന്നതോടുകൂടി ഭാര്യക്ക് ഓഹരി എത്രയാണ് എന്നുള്ളതും ഒക്കെ എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചത്. ഇതൊക്കെ എന്താണ് ഭാര്യ ഭർത്താവും തമ്മിലുള്ള രണ്ടുപേർക്കും ഒരുപോലെ അവകാശപ്പെട്ട കാര്യമാണ്. ശരി, ഇനി നമുക്ക് ഭർത്താവിന് ഭാര്യയോടുള്ള കടമകൾ അഥവാ ഭാര്യക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കാം. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ പഠിച്ചവരും മനസ്സിലാക്കിയ ആളുകളാണ്. പക്ഷേ ഇതൊക്കെ ഇടയ്ക്കൊക്കെ എന്താണ് വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, അല്ലെ? ഉത്ബോധനം ചെയ്തുകൊണ്ടേയിരിക്കുക. അതെന്താണ്, മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ആയത്ത് കേൾക്കുമ്പോഴും ഹദീസ് കേൾക്കുമ്പോഴും നമുക്കൊക്കെ ഉണ്ടാകേണ്ട മനോഭാവം, ഇതൊക്കെ എനിക്കറിയാം എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് തള്ളിക്കളയുന്ന അവസ്ഥ അല്ല ഉണ്ടാവേണ്ടത്. മറിച്ച് സ്വഹാബാക്കൾക്ക് ദീന് കേൾക്കുമ്പോൾ, സ്വഹാബാക്കൾ ഇൽമു നേടുമ്പോൾ അവർക്കുണ്ടായ വല്ലാത്തൊരു ആവേശമുണ്ടായിരുന്നു. നമ്മൾ എത്ര സന്ദർഭങ്ങൾ അത് കേട്ടിട്ടുണ്ട്, അല്ലെ? മയ്യത്ത് ജനാസ, ഇന്നലെ നിങ്ങളൊരു ജനാസ പങ്കെടുത്ത ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിനും സഹിക്കുവാനും ക്ഷമിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എത്രയോ ജനാസയുടെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅദ് നടത്താണ്. ഏതാ സന്ദർഭം? ജനാസ മറവാടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ് നമ്മളൊക്കെ കേട്ട ധാരാളം സുദീർഘമായ ഹദീസ്, ഒരു മുഅ്മിനിന്റെയും ഒരു കാഫിറിന്റെയും റൂഹ് പിടിച്ച് അവസാനം സ്വർഗനരകത്തിലേക്ക് എത്തുന്ന അവസ്ഥ വരെ വിവരിക്കുന്ന നീണ്ട ഒരു വഅദ്, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സ്വഹാബാക്കൾ എങ്ങനെയാണ് കേട്ടത്? അവർ വളരെ ആവേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റം വരണമെന്ന ആഗ്രഹത്തിലാണ് അവർ ഇരുന്നത്. നാം പലപ്പോഴും നമ്മുടെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ദർസ് ഒരു കടമ നിർവഹിക്കുന്ന ഒരു അവസ്ഥയിലാണ് പലപ്പോഴും നമ്മുടെ മജ്ലിസിലും ഒക്കെ മാറാറുള്ളത്. അങ്ങനെ ആവരുത്. അത് ആര് പറഞ്ഞാലും, ഒരു ഹദീസാണോ ഖുർആൻ ആയത്താണോ, ഈ ഖുർആനും ആയത്തും ഹദീസും കൊണ്ടാണ് മുൻ തലമുറ മാറിയതെങ്കിൽ അതുകൊണ്ടേ ഇനിയുള്ള ഏത് തലമുറകൾക്കും മാറ്റം വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഓരോ ഖുർആൻ ആയത്തുകൾ കേൾക്കുമ്പോഴും ഹദീസുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ നമ്മളൊക്കെ സാധിക്കണം എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് പലപ്പോഴും നിരന്തരമായി കേട്ട ആയത്തുകളും ഹദീസുകളുമായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി വീക്ഷിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം നാഫഖ ഹൻദല എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുക്കിലേക്ക് ഓടി വന്ന സഹാബിയുടെ ഈമാനികമായ അവസ്ഥ എന്താണ്?
എന്താണ് അദ്ദേഹം പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോൾ സ്വർഗ്ഗ നരകങ്ങളെ മുന്നിൽ കാണുന്ന ആ ഒരു അനുഭൂതി എനിക്ക് ലഭിക്കും. പക്ഷെ എന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുമായി സല്ലപിക്കുന്ന സമയത്ത് എനിക്കതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ എന്തിനാണ് ആ സ്വഹാബി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അവർക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോയോ? ആ ഒരു അനുഭൂതി നഷ്ടപ്പെട്ടു പോയോ? ഇൽമ നേടാനുള്ളൊരാഗ്രഹം അതാണ് യഥാർത്ഥത്തിൽ ആ സ്വഹാബിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ശരി. അപ്പൊ ഒന്നാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹറുമായി ബന്ധപ്പെട്ടാണ്. മഹർ എന്നുള്ള വിഷയം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമില്ല, യുവാക്കളായിട്ട് ആരുമില്ല. അതുകൊണ്ട് ആ മഹറാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് അവകാശപ്പെട്ട അഥവാ ഭർത്താവ് ഭാര്യയ്ക്ക് നിർബന്ധമായി കൊടുക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. രണ്ടാമത്തത് നഫഖത്താണ്. നഫഖത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ നിലയിൽ പറയാറുള്ള ചെലവിനുള്ള പൈസ എന്ന് പറയും അല്ലെ? ആ ചെലവിനുള്ളത് എന്തൊക്കെയായിരിക്കണം? മാ തഹ്താജു ഇലൈഹി സൗജ മിൻ തആമിൻ വമസ്കൻ വഖിദ്മത്തിൻ വദവാഇൻ വഇൻ കാനത് ഗനിയതൻ. എന്താണ്? അവള് പൈസക്കാരിയാണെങ്കിലും ഭാര്യ പണമുള്ള ആളാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട അവകാശപ്പെട്ട ഭക്ഷണം, താമസം, അതുപോലെ തന്നെ മറ്റ് ഖിദ്മത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ ചികിത്സ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം അവർക്ക് വേണ്ട. ഇസ്രാഫും അല്ല എന്ന പറ്റേ ബഖീലും അല്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പിശുക്കും കാണിക്കാത്ത എന്നാൽ ഇസ്രാഫും കാണിക്കാത്ത അവസ്ഥയിൽ വാജിബായിട്ട് അവർക്ക് കൊടുക്കേണ്ട നഫഖത്ത് നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും ആയത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വജുദികും വലാ തുളാറൂഹുന്ന ലിതുളയ്യിഖു അലൈഹിന്ന വഇൻ കുന്ന ഉലാതി ഹംലിൻ ഫഅൻഫിഖു അലൈഹിന്ന. എന്ത് ചെയ്യണം? അവർക്ക് നിങ്ങൾ ചെലവ് കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പം ഇതൊക്കെ വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ്. എന്നിരുന്നാലും വ്യത്യസ്തമായ ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വ പാലിക്കണം, സൂക്ഷിക്കണം എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമുക്കൊക്കെ പലപ്പോഴും നിസ്സാരമായി തോന്നും നമ്മുടെ കുടുംബജീവിതം, കളിതമാശകൾ, വിനോദങ്ങൾ, ഇങ്ങനെ മാറി മാറി പല രീതിയിലേക്കും നമ്മൾ ഇതിനെ കൊണ്ടുപോകുമ്പോൾ, ഇതിനെ മനസ്സിലാക്കുമ്പോൾ പണ്ട് മുതലേ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല, കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കേണ്ടതില്ല, അത് നമുക്ക് പണ്ട് മുതലേ അറിഞ്ഞു വെച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിന്റെ ഗൗരവം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. ഫത്തഖുല്ലാഹ ഫിന്നിസാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിസാഇന്റെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ തഖ്വ പാലിക്കണം, സൂക്ഷിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കരാറ് പ്രകാരമാണ് നിങ്ങൾ അവരെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. സഹോദരങ്ങൾ അത് ആലോചിച്ചേക്ക്, മീസാഖൻ ഗലീള എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത്. വളരെ ശക്തമായ കരാറാണ് യഥാർത്ഥത്തിൽ ഭാര്യയുടെ വലിയിൽ നിന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. എനിക്ക് നിക്കാഹ് ചെയ്തു വന്നപ്പോൾ ഞാൻ ഏറ്റെടുത്തിട്ടുള്ള വലിയൊരു കാര്യമാണ്, വലിയ മീസാഖൻ ഗലീളാണ്. ഇത് വളരെ നിസ്സാരമായി കാണേണ്ട വിഷയമല്ല. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു പ്രവാചകന്മാരിൽ നിന്നെടുത്തിട്ടുള്ള ആ മീസാക്കിനേക്കാളും ശക്തമായ മീസാക്കാണ് യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്നുള്ള കാര്യം പണ്ഡിതന്മാർ ഈ ഹദീസുമായി ബന്ധപ്പെട്ടൊക്കെ വിശദീകരിച്ചു തരുന്നതായി കാണാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞു, വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അള്ളാഹുവിന്റെ കലിമത്ത് കൊണ്ടാണ് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ തന്നെ ലൈംഗിക ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഹലാലാക്കി തന്നത്. എന്താണോ വലക്കും, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, പിന്നെ വലക്കും അലൈഹിന്ന അല്ലാ യുഅ്തിന ഫർശകും അഹദൻ തക്റഹൂന. എന്താണ് അത്? ഇൻഷാ അല്ലാഹ് ആ വിഷയം നമുക്ക് ഭാവിയിൽ കടന്നു വരുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്നിട്ട് പറയാണ്, വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. അവിടെയാണ് ഹദീസിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. എന്താണ്? അവർക്ക് നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം? അവർക്ക് അവകാശപ്പെട്ടതാണെന്ത്? അവരുടെ റിസ്ക്കും അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങളും ലിബാസും ഒക്കെ അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവർക്ക് അവകാശപ്പെട്ട ഈ റിസ്ക്കും അതുപോലെ തന്നെ കിസ്വത്തും ഒക്കെ നമ്മൾ അവർക്ക് നൽകണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പലപ്പോഴും പല ആളുകളും വിചാരിച്ചിട്ടുള്ളത്
പല വിഷയത്തിലും അലംഭാവം കാണിക്കുന്ന ആളുകളെ ഈ വിഷയത്തിൽ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. മൊത്തത്തിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും പല വിഷയങ്ങളിലും ചെലവിന് കൊടുക്കാതെ നടക്കുന്ന ആളുകളെ നമുക്ക് പൊതുസമൂഹത്തിൽ ധാരാളമായി കാണാൻ സാധിക്കും. അവിടെ നിങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അത്തരം വീടുകൾ പരിശോധിച്ചാൽ, നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലും അയൽവക്കങ്ങളിലൊക്കെ ജസ്റ്റ് പരിശോധിച്ചോളൂ. അവിടെയൊക്കെ പ്രധാനമായി നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് കുടുംബ കലഹം എന്നുള്ളത് ഈ ചെലവുമായി ബന്ധപ്പെട്ടാണ്. പല ആളുകളും അതിനെന്തെയും ഗൗരവമില്ലാതെ കാണും. മാസങ്ങളോളം ചെലവിന് കൊടുക്കാതെ പ്രയാസപ്പെടും. അങ്ങനെ ഭാര്യ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ എല്ലാവരുടെ മുന്നിലും കൂട്ടുകുടുംബാണെങ്കിൽ മറ്റുള്ള സഹോദരങ്ങളൊക്കെ കൃത്യമായി ചെലവിന് കൊടുക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് ആകെ നിരാശാബോധം ഉണ്ടാവും. എങ്ങനെ ആളുകളുടെ മുന്നിൽ നിൽക്കുക, ഇത്ര ആളുകൾ എന്റെ ഭർത്താവിന് ചെലവ് കൊടുക്കാതെ മറ്റുള്ള ചെലവിൽ നിന്ന് ഞാൻ കഴിക്കുമ്പോൾ അവർക്കൊരു പ്രയാസം സ്വാഭാവികമായിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് തിരിച്ചും. മറ്റുള്ള ഭാര്യ വീട്ടിലാണ് താമസമെങ്കിൽ പോലും ഈ ഒരു വിഷയം വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണണം എന്നുള്ളതാണ്. അപ്പൊ പല കുടുംബ പ്രശ്നങ്ങൾക്കുമുള്ള കാരണം നഫഖത്ത് കൃത്യമായി കൊടുക്കാത്തതാണ് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ കൂട്ടത്തിൽ വായിച്ചെടുക്കണമെന്ന് മനസ്സിലാക്കാൻ. ശരി, അപ്പൊ ഈ ഒരു വിഷയം വളരെ ഗൗരവമായി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അബൂ സുഫിയാന്റെ ഭാര്യ വന്നിട്ട് പരാതി പറയാണ്. നോക്കൂ, പരാതി എന്നുള്ളത് എന്താക്കരുത്, ഒരു കാരണവശാലും നമ്മൾ ഭാര്യ ഭർത്താവിനെ കുറിച്ചിട്ട് പരാതി പറഞ്ഞാലും ഭർത്താവ് ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞാലും അത് പരാതിക്കുള്ള വകുപ്പാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്താണ്, ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു അവസ്ഥയാണ് എന്നെന്ത് ചെയ്യണം, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വിലയിരുത്താം. എന്നിട്ട് മനസ്സിലാക്കേണ്ടത് സ്വഹാബാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നൊരു മോശം കാര്യമല്ല. ജീവിതത്തിലൊക്കെ എന്താണ് കടന്നു വരും പല പരാതികളും. സ്വന്തത്തോടും ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും തന്നെ പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ പരാതികൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനെ സമീപിക്കേണ്ടത് നല്ല മനസ്സോടുകൂടിയാണ്. ആ എന്താണോ പരാതി ഉള്ളത്, എന്നെ കുറിച്ചിട്ട് ഭാര്യ എന്നോട് എന്താണോ സംസാരിച്ചത്, എന്ത് പരാതിയാണോ, എന്ത് ആവലാതിയാണോ പറഞ്ഞത്, അത് നീക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിശ്രമിക്കേണ്ടത്. പലപ്പോഴും പല ആളുകൾക്കും നഷ്ടപ്പെടുന്ന ഒരു വിഷയം, അങ്ങനെ ഒരു പരാതി എന്നെ കുറിച്ച് പറഞ്ഞാൽ എന്നെ കുറിച്ച് അങ്ങനെ പറയാനായ ആള് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു രീതിയിലേക്ക് കാണാണ്. സഹോദരങ്ങൾ, നമ്മൾ വേറെ ആരെപ്പോലെയോ അല്ല. നമ്മളെ സംബന്ധിച്ചുള്ള അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ അവസരങ്ങൾ ധാരാളമായി ലഭിച്ച ആളുകളാണ്. മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അറിവ് അത് നേടാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ്. അപ്പൊ പല രീതിയിലും നമ്മൾ ഈ വിഷയം നമ്മളിതിനെ സമീപിക്കുമ്പോൾ പോസിറ്റീവോടുകൂടി എല്ലാ വിഷയങ്ങളും കാണുക എന്നുള്ളതാണ്. നോക്കൂ, അബൂ സുഫിയാന്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നിട്ട് പരാതി പറയാണ്. എന്താ പറഞ്ഞ, ഖാലത്ത് യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാന റജുലുൻ ശഹീഹുൻ വലൈസ യുഅതീനി മാ യക്ഫീനി വവലദി. ഇദ്ദേഹം പറയാണ്, നഫഖത്തിന്റെ വിഷയത്തിലാണ് പരാതി പറയുന്നത്. എന്താ പരാതി പറയുന്നത്, എന്റെ ഭർത്താവ് ആരാണ്, ഷഹീഹാണ്, എന്താണ്, പിശുക്കനാണ്. പിശുക്കൻ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ പൈസ കയ്യിൽ നിന്ന് ചെലവാക്കുന്നില്ല. എന്നിട്ട് എന്താണ്, എനിക്കും എന്റെ കുട്ടിക്കും വേണ്ട ചെലവിനുള്ള പൈസ സമ്പത്ത് എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ചെലവിന് തരുന്നില്ല എന്നുള്ളതാണ് പരാതി. എന്നിട്ട് എന്താ പറഞ്ഞത്, ഇല്ലാ മാ അഖത്തു മിൻഹു വഹുവ ലാ യഅലമു. അതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹം അറിയാതെ ഞാൻ എന്താണ് ചില പൈസ, എനിക്ക് വേണ്ട ചെലവിന് വേണ്ട പൈസ ഞാൻ എന്താണ് എടുക്കുകയാണ്. അതെന്തല്ല, മോഷണമല്ല. അത് മനസ്സിലാക്കുക. അത് മോഷണമല്ല, അത് അനുവദിക്കപ്പെട്ട വിഷയമാണ്. അതിനുശേഷം പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, ഖുദി മാ യക്ഫീകി വവലദിക ബിൽ മഅറൂഫ്. നീ നിനക്കും നിന്റെ കുട്ടിക്കും ആവശ്യമായത് എന്തിയാ നീ എടുത്തോളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഫിഖഹിന്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നഫഖാത്ത് എന്നുള്ള ബാബിൽ എങ്ങനെയൊക്കെ ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് എങ്ങനെയൊക്കെ ചെലവഴിക്കാം എന്നുള്ള വിഷയം വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വിഷയമാണെന്ത്, സ്വന്തം ചെലവിന് ആവശ്യമുള്ള കാര്യം ഭർത്താവിന്റെ സമ്മതമില്ലാതെ എന്ത് ചെയ്യാം, ഭാര്യക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. അതെന്തല്ല, ഒരു മോഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, അതുപോലെ തന്നെ മറ്റു ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, മാ ഹഖ്ഖു സൗജത്തി അഹദിന അലൈഹി, എന്താണ് ഭാര്യക്കുള്ള അവകാശങ്ങൾ, ഞങ്ങളുടെ മേൽ ഭാര്യക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കാൻ. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ എന്ന് പറഞ്ഞാൽ
അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മ കാണുമ്പോൾ, ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമുക്കൊക്കെ നമ്മൾ പലപ്പോഴും ആരെങ്കിലും പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിക്കുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനല്ല, നമ്മൾ ചോദിച്ചു പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. സ്വഹാബാക്കള് അവരുടെ അവസ്ഥകളെക്കുറിച്ച്, ഓരോ വ്യത്യസ്ത അവസ്ഥകളെക്കുറിച്ച് അവർക്കറിയാം എന്തോ ഒരു പെശക് എനിക്കുണ്ട്, അവിടെയാണ് വിജയം. എന്തോ ഒരു പെശക് എന്റെ ജീവിതത്തിലുണ്ട്, ആ ജീവിതത്തിലെ പെശക് എങ്ങനെ എനിക്ക് മാറ്റിയെടുക്കാം, എങ്ങനെയാണത് അതിനെ പരിഹരിക്കാൻ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? ഇൽമ് നേടാ, അറിവ് നേടാ, എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് സ്വഹാബാക്കൾ ചെയ്തത്. സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, മാ ഹഖ്ഖു സൗജത്തി അഹദിന അലൈഹി, ഞങ്ങളുടെ മേൽ നമ്മുടെ ഭാര്യക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരോടുള്ള കടമകൾ എന്തൊക്കെയാണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുത്ഇമഹാ ഇദാ തഇംത, നിങ്ങൾ ഭക്ഷിച്ചാൽ അവരെ ഭക്ഷിപ്പിക്കാം. മനസ്സിലായില്ലേ? ഇവിടെ കുറെ വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നിങ്ങൾ ഉടുപ്പ് ധരിച്ചാൽ, പുതിയ വസ്ത്രം വാങ്ങിയാൽ അവരെ എന്ത് ചെയ്യുക? അവരെയും ധരിപ്പിക്കുക, വസ്ത്രം ധരിപ്പിക്കുക. എന്നിട്ട് പറഞ്ഞു, വലാ തദ്രിബൽ വജ്ഹ, മുഖത്തടിക്കരുത്. മുഖത്ത് അടിക്കരുത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വലാ തഖ്ബഹ്, മോശമായ വാക്കുകൾ, മോശമായ പ്രയോഗങ്ങൾ അവർക്കെതിരെ എന്ത് ചെയ്യരുത്? പ്രയോഗിക്കരുത്. അതുപോലെ വലാ തഹ്ജർ ഇല്ലാ ഫിൽ ബൈത്ത്, അവരുമായി എന്തെങ്കിലും കാരണവശാലും, മനുഷ്യ സഹജമാണ് സഹോദരങ്ങളെ, ഏതെങ്കിലും വിഷയത്തിൽ. ഇതെന്താണ് നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാല്, കുടുംബജീവിതം എന്ന് പറഞ്ഞാല് ഒരു ചട്ടിയും, നമ്മൾ സാധാരണ പോലൊക്കെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചട്ടിയാണെന്ന് മനസ്സിലാക്കാം. അതെന്താണ്? ഇടക്ക് പൊട്ടും. കലം എന്താണ്? അതിടക്ക് പൊട്ടും. അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പൊട്ടലും ചീറ്റലുകളും കുടുംബജീവിതത്തിൽ ഇല്ലാത്ത ഒരു ജീവിതവും ഈ ലോകത്തുണ്ടാവില്ല. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും എന്തൊക്കെ കടന്നു വന്നു. അവിടെ എന്തായിരുന്നു? സൊല്യൂഷനുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? ഹിൽമോടുകൂടി അതിനെ സമീപിച്ചപ്പോൾ വളരെ സുന്ദരമായി എന്ത് ചെയ്തു? അത് ആ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടിയെന്നുള്ളതാണ്. ഇതേ ഒരു പരിഹാരം തന്നെ നമുക്കുള്ളൂ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കലഹങ്ങളും ഒക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മുഅ്മിൻ എന്ന നിലക്ക്, തൗഹീദിന്റെ വക്താവ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന നിലക്ക്, അല്ലെങ്കിൽ ഇൽമിനോട് ഉള്ളവൻ എന്നുള്ള നിലക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അവിടെ പരിഹാരം. അതാണ് നമ്മുടെ സൊല്യൂഷൻ. അതാണ് സ്വഹാബാക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. എന്തൊരു വിഷയം, എന്തൊരു പെശക്, എന്തൊരു പോരായ്മ തങ്ങളുടെ ജീവിതത്തിൽ കണ്ടാലും അവരെന്താണ്? ചോദിച്ചു പഠിക്കാൻ. ഈ ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അവിടെ ഈഗോ വരുന്നില്ല. ഒരു കാര്യങ്ങൾ ഒരു രീതിയിലും എല്ലാ വിട്ടുവീഴ്ചകളും നമുക്ക് ചെയ്യാൻ പറ്റും. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ. പലപ്പോഴും പലരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മൊത്തം നമ്മൾ കുടുംബ തൗഹീദിന്റെ ആളുകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിലും കുടുംബത്തിലെ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ വലിയ ആളായിരിക്കും. നല്ല ഔദാര്യവാനാണ്, നല്ല സ്നേഹമുള്ള ആളാണ്, പുഞ്ചിരിക്കും, എല്ലാവരോടും പുഞ്ചിരിക്കും. മനസ്സിലായല്ലേ? എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കും. പക്ഷെ എന്താണ്? വീട്ടിലെത്തിയാൽ നേരെ തിരിച്ചാണ്. ഭാര്യയോട് സംസാരിക്കുമ്പോൾ വളരെ കണിശമായി സംസാരിക്കുന്ന, നല്ല ശക്തമായ ഭാഷകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന, ഒരു പുഞ്ചിരി പോലും നൽകാത്ത, അതുപോലെ തന്നെ പരസ്പരം കാരുണ്യം കാണിക്കാത്ത ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ മുസ്ലിം കുടുംബങ്ങൾ പലതും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ്, എവിടെയാണ് അവിടെ പ്രശ്നം? ജനങ്ങളുടെ മുന്നിൽ നല്ല പിള്ളയും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സിംഹവുമായി മാറുന്നതിന്റെ കാരണം എന്താണ്? അത് നമ്മൾ എല്ലാവരും പരിശോധിക്കേണ്ട, പൊതുസമൂഹം മുഴുവനും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി അവിടെ നഷ്ടപ്പെടുന്നത് ഇഖ്ലാസ് ആണെന്നുള്ളതാണ്. ഒന്നാമതായി നഷ്ടപ്പെടുന്നത് ഇഖ്ലാസാണ്. ജനങ്ങളുടെ മുന്നിൽ എന്താണ്? നല്ല പിള്ള ചമക്ക. അതുപോലെ തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്താണ്? ആ മുഖമൊക്കെ മാറാണ്. നല്ല മുഖമൊക്കെ മാറി മോശം സ്വഭാവം, ഇരട്ട സ്വഭാവമുള്ള ആളുകളായി മാറുന്നൊരവസ്ഥ സഹോദരങ്ങളെ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പറഞ്ഞു വന്നത്, ഈ പ്രശ്നങ്ങളും പരിഹാരങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോഴെന്ത് ചെയ്യും? ഒന്ന് ബെറ്റ് മാറിക്കിടക്കേണ്ടി വരും. മനസ്സിലായേ? അതൊരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പം ഭാര്യ ഭർത്താക്കൾ തമ്മിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ എന്ത് ചെയ്യും? ആ റൂമിൽ നിന്ന് മാറിക്കിടക്കും. എന്താണ്? ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. പരിഹരിക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെ വലാ തഹ്ജർ ഇല്ലാ ഫിൽ ബൈത്ത്,
വീട്ടിലല്ലാതെ എന്ത് ചെയ്ത് ആ ഒരു അവസ്ഥ ഉണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് അർത്ഥം. മനസ്സിലായല്ലേ? കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് തീർക്കാം. കുടുംബത്തില് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് അതിന്റെ ചുറ്റുപാടിൽ നിന്ന് മറ്റുള്ള ആളുകൾ അറിയാത്ത രീതിയിൽ, കൂട്ടുകുടുംബം അറിയാത്ത രീതിയിൽ അതിനെ പരിഹരിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലപ്പോഴും ത്വലാഖിലെത്തുന്ന വിഷയങ്ങൾ എന്താണ് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ള വിഷയമാണ്. ത്വലാഖ് എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിലേക്ക് എത്തിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, തൊട്ടാൽ എന്ത് ചെയ്യും, ഭാര്യ ഭർത്താവിന്റെ വീട്ടുകാരോട്, അല്ല ഭാര്യയുടെ വീട്ടുകാരോട്, ഉപ്പാനോട് ഉമ്മാനോട് പോയിട്ട് പറയും, എന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എന്റെ ഭർത്താവ് അങ്ങനെയാണ്, എത്ര കൊല്ലമായിട്ട് ഞാൻ ക്ഷമിക്കുകയാണ്, സഹിക്കുകയാണ്. അങ്ങനെ കുറെ പരാതികൾ. നേരെ ഭർത്താവും തിരിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ള എന്താണ്, ഒരു ഉമ്മ ഉപ്പ ബാപ്പാന്റെ ഉമ്മാന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്റെ മോള് വേദനിക്കരുതെന്നാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ എനിക്ക് കയ്യിലെങ്കിൽ അതൊന്ന് ഒഴിവാക്കളി, ഞാൻ ഏറ്റെടുത്തതാണ് ജീവിതകാലം മുഴുവൻ നിന്റെ സമ്പാദിന്റെ എന്റെ മക്കളെ പോറ്റാനുള്ള അവസ്ഥകൾ ഞാൻ ഉണ്ടാക്കിയെടുക്കാം. ഇത് മലബാർ സൈഡിൽ സാധാരണ നിലക്ക് നടക്കുന്നൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പ്രത്യേകം പറയാനുള്ള കാരണം. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആളുകൾ മാറാണ്. യഥാർത്ഥത്തിൽ കുടുംബത്തിലെ വിഷയങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയങ്ങൾ അവർ തമ്മിൽ പറഞ്ഞും മനസ്സിലാക്കിയും പരിഹരിച്ചുമാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുക എന്നുള്ളതാണ്. ശരി, ഇനി അവളുമായിട്ട് നല്ല രീതിയിൽ വർത്തിക്കുക എന്നുള്ളതാണ് ഭർത്താവിന് ഭാര്യയോടുള്ള അടുത്ത കടമ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നല്ല രീതിയിൽ അവരുമായി വർത്തിക്കുക. ഫഇൻ കരിഹ്തുമൂഹുന്ന, അവളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ കസീറ, നിങ്ങൾ ഒരുപക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ വെറുത്തേക്കാം, പക്ഷെ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ധാരാളം ഖൈറുകൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടാകും. സഹോദരൻ, നമുക്ക് ഭാവിയെക്കുറിച്ച് നമുക്കറിയില്ല. പെടുന്നന്നെ എടുത്തു ചാടി പല കാര്യങ്ങളും പ്രശ്നങ്ങളിലേക്കും കടന്നുപോയാൽ അവിടെ സംഭവിക്കുക എന്താണ്, നമുക്കറിയാം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എന്റെ ഭാര്യ മരണം വരെ എന്റെ കൂടെ ഉണ്ടാകണം, മരണപ്പെട്ടാൽ നാളെ സ്വർഗത്തിൽ എന്റെ ഇണയായി അവളെ കിട്ടണമെന്നാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ ആഗ്രഹിക്കുക. ഈ ആഗ്രഹത്തിന് തടസ്സം തന്നെ അവിടെ വരികയാണ്. അപ്പം പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങളും ഇസ്തിഅജാലും അതുപോലെ തന്നെ അജലത്തും ഒക്കെ അവിടെ സംഭവിക്കുക. എന്തെങ്കിലും വെറുപ്പുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും അവൾ ഇതുവരെ ഒന്നും എനിക്കൊരു നന്മയും ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തില് പെരുമാറുന്ന ആളുകൾ. നേരെ തിരിച്ചു, എന്തെങ്കിലും ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ, എനിക്ക് ഇതേവരെ എന്റെ ഭർത്താവിൽ നിന്ന് ഒരു ഹൈറും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സ്ത്രീകൾ, അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കും സഹോദരങ്ങളെ. ഒരു ദേഷ്യത്തിന്റെ പേരിലായിരിക്കും ചിലപ്പോ ആ സംഗതി നടക്കുക. പക്ഷെ ആ വിഷയം വരുമ്പോൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ കസീറ, ധാരാളം ഖൈറുകൾ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിശ്ചയിച്ചിട്ടുണ്ടാവും. നമുക്കറിയില്ല, നമുക്ക് ഭാവിയെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും എടുത്തു ചാടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരോട് നന്മയോടുകൂടി വർത്തിക്കുക. അതുപോലെ തന്നെ വഹ്തിറാമുഹ വതഖ്ദീറുഹ ഇംതിസാലൻ ലിഅംരില്ല, ഇവിടെയാണ് നമുക്ക് എപ്പോഴും ചെയ്യേണ്ട ഒരു വിഷയം. നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഈ ആയത്തോർക്കുക, വആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്നാണ്, ഏറ്റവും നന്മയോടുകൂടി ഖൈറായ രീതിയിൽ നിങ്ങളുടെ ഭാര്യമാരോട് വർത്തിക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ഇംതിസാലൻ ലിഅംരില്ല, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന ആവശ്യം. അവിടെയാണ് മുഅ്മിന്റെ വിജയം. മുഅ്മിന്റെ വിജയം എന്നുള്ളത് എന്താണ്, ആളുകൾ ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് അടുത്ത് പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ദുനിയാവിന്റെ ആളുകളുടെ പിന്നിൽ പോയിട്ട് ഇതിനുള്ള പരിഹാരം എന്താന്ന് ചോദിക്കലല്ല. മുഅ്മിനീങ്ങളുടെ ഗുണം എന്നുള്ളത് ഖുർആനിലും സുന്നത്തിലും ഇതിനെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയോട് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ ഭർത്താവിനോട് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്റെ ഭാര്യയെ ഞാൻ ആദരിക്കുന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ കാരണം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുകൊണ്ടാണ്. ആ ഒരു വിഷയത്തിൽ സഹോദരങ്ങളെ ഒരു ഇബാദത്തായി മാറാണ്. അറിയാതെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് എണ്ണി നോക്കിയേ.
അറിയാതെ, നമ്മൾക്ക് പോലും അറിയാത്ത രീതിയിൽ നമ്മളിലേക്ക് പല അനുഗ്രഹങ്ങളും പല നിഅമത്തുകളും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിയേ, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹു വെറുതെ പറഞ്ഞല്ല. എന്താണ്? നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ സാധിക്കുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് മാത്രം ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്കതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതത്തിൽ അറിയാതെ വരുന്ന പ്രതിഫലങ്ങളാണ്. ഞാൻ എന്റെ ഭർത്താവിനോട്, എന്റെ ഭാര്യയോട് ഞാൻ പരസ്പരം നല്ല രീതിയിൽ വർത്തിക്കുന്നത് ഇത് അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാ എന്ന് പറയുമ്പോൾ അതൊരു ഇബാദത്തായി മാറാണ്. അപ്പൊ ഈ ഇബാദത്ത് അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, നിഅമത്തുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ലഇൻ ശകർതും ലഅസീദന്നകും, ആര് ഈ നിഅമത്തുകൾ, എനിക്കൊരു സൗഭാഗ്യപരമായ ഒരു കുടുംബജീവിതം എനിക്ക് ലഭിച്ചോ, അതിനെ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിനോട് നന്ദി കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഇൻ ശകർതും ലഅസീദന്നകും, ആര് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നുവോ, നന്ദി കാണിക്കുന്നുവോ, ലഅസീദന്നകും, നിഅമത്തുകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു വരുന്നതാണ്. ഏത് നിഅമത്തുകളും നമുക്ക് വർദ്ധിച്ച് കിട്ടാനുള്ള ഒരു മാർഗമാണ് അള്ളാഹുവിനോട് യഥാരൂപത്തിൽ നന്ദി കാണിക്കുക എന്നുള്ളത്. ശരി, അദ്ദേഹം പറയുന്നത് വമിനൽ മുആശറത്തിൽ ബിൽ മഅറൂഫിൽ എന്താണ് അൽ ഖൗൽ ഹസൻ, നല്ല വാക്കുകൾ പറയുക എന്നുള്ളത്. വൽ കലാം ലയ്യിൻ, എന്താണ് ലയ്യിനായിട്ടുള്ള ലോലമായ വാക്കുകൾ, പരുഷമായ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. നമ്മളെ മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭാര്യ ഭർത്താവിനോടാണെങ്കിലും ഏറ്റവും നല്ല വാക്കുകൾ, ലോലമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് സംസാരിക്കുക. എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന കുടുംബത്തിൽ ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവുകയില്ല. ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവും. ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിനോട് സംസാരിച്ചാൽ പിന്നെ അവസ്ഥ ആകെ താറുമാറായി. ഒരിക്കലും ഒരു കുടുംബജീവിതത്തിൽ, അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഒരിക്കലും ഒരു മനസ്സമാധാനം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇബാറത്തുൽ മവദ്ദത്തി വൽ മഹബ്ബ, എന്താണ് സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ഒക്കെ എന്താണ് സംസാരങ്ങൾ നടക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് പലപ്പോഴും പല വീടുകളിൽ നഷ്ടപ്പെടുന്ന ഷെയ്ഖ് സുലൈമാൻ റഹീൽ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന് അവാരിദുൽ സൗജിയ എന്നൊരു മുഹാദറയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഈ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി അദ്ദേഹം പറയുന്ന ഒരു വിഷയമാണ് അദമുത് തവാസുൽ. അവർ പരസ്പരം സംസാരിക്കാനും സമയം കൊടുക്കാനും ഉള്ളൊരവസ്ഥ ഉണ്ടല്ലോ, അത് പലപ്പോഴും നഷ്ടപ്പെടുന്നതാണ്. ഭാരമേറിയ ജോലികൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തും. ചിലപ്പോൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ കൂട്ടുകാരും മറ്റുമൊക്കെ സംസാരിച്ച് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെന്താണ് ആകെ കോലം മാറാണ്. എന്ന് മാത്രമല്ല, ഭാര്യയോട് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സമയം ഭർത്താവ് കണ്ടെത്തുന്നില്ല. അങ്ങനെയുള്ള വീടുകളിൽ പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ആ വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാവുക? എങ്ങനെയാണ് അവിടെ അങ്ങനെയുള്ള വീടുകളിൽ കലഹം ഉണ്ടായേ തീരൂ. അതാണ് അവസ്ഥ. യഥാർത്ഥത്തിൽ എന്താണ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, ഭാര്യയ്ക്ക് പല പ്രശ്നങ്ങളും പറയാനുണ്ടാകും, നമ്മളോട് പല കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടാകും. പക്ഷെ ഇങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരോടാണ് അവർക്ക് അവരുടെ ധർമ്മസങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പിന്നെ ആരോടാണ്? സഹോദരങ്ങൾ, ഇങ്ങനൊരു അവസ്ഥ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ വാത്സ്യങ്ങളും സ്നേഹങ്ങളും നിറഞ്ഞ ഇബാറത്തുകൾ നമ്മൾ എന്ത് ചെയ്യുക, അവരോട് പറയാനല്ല. അതുപോലെ തന്നെ വസ്സനാഉ അലൈഹാ ഫി നഫ്സിഹാ വമദ്ഹറിഹാ വലിബാസിഹാ വസീനതിഹാ വതആമിഹാ, എല്ലാ കാര്യത്തിലും അവൾ എന്ത് ചെയ്യുക, പുകഴ്ത്താം. അപ്പം ഇത് ചൂഷണം ചെയ്യുന്ന സ്ത്രീകളുണ്ടാകും. അപ്പം അങ്ങനെ ചൂഷണം ചെയ്യാനല്ല സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഭർത്താവ് തന്നെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരിക്കലും ആ സ്ത്രീ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. പല നാടുകളിലും ദീനില്ലാത്ത ആളുകളിലൊക്കെ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന പ്രശ്നമാണ് ഇങ്ങനെ എന്തെങ്കിലും വാക്കുകളും കാര്യങ്ങളും ഭർത്താവിന്റെ സല്ലാപങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴെന്താണ് അതിനെ ചൂഷണം ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് ഉണ്ടാകാൻ പാടില്ല. വസ്സനാഉ അലൈഹ, അവളെന്ത് ചെയ്യണം, പുകഴ്ത്തണം. എന്തിനൊക്കെ? അവളുടെ സ്വന്തത്തെക്കുറിച്ച്, അവളുടെ ഭംഗി. അത് എത്ര നമുക്കറിയാം, ഓരോ ഭർത്താവിനും ഭാര്യ ഏറ്റവും സുന്ദരിയാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഭാര്യയ്ക്ക് ഭർത്താവ് എന്നുള്ളത് സുന്ദരനാണ്. ഈ രൂപത്തിൽ തന്നെ നമ്മൾ കാണണം.
മറ്റുള്ള ആളുകളെ നോക്കിയല്ല നമ്മൾ സൗന്ദര്യം എന്തുണ്ട് വായിച്ചെടുക്കേണ്ടത്. അത് വളരെ ഗൗരവമായി തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്ത്രീയുടെ ഇപ്പ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നത് ഒരു ഹൂർലീനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവൾക്ക് അവളേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം നമ്മൾ എന്ത് ചെയ്യുക, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതും, അവളെ ആ വിഷയത്തിൽ അവളെ പുകഴ്ത്തുക എന്നുള്ളതും, അതുപോലെ തന്നെ അവളുടെ ജമാലും, അതുപോലെ തന്നെ അവളുടെ വസ്ത്രവും, അവൾ നൽകുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ പേരിലാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുക. അപ്പോൾ അവളുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിലാണെങ്കിലും കാര്യങ്ങളൊക്കെ എന്താണ് അവൾ നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ അധ്വാനിച്ചു വരുമ്പോൾ അതേപോലെ അധ്വാനം അവർക്കും ഉണ്ട്. ചിലപ്പോ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു രുചി കുറഞ്ഞതിന്റെ പേരിൽ കലഹിക്കുന്ന ആളുകൾ, കലഹിക്കൽ സാധാരണ സംഭവം, പരാതി പറയൽ ചിലപ്പോൾ സാധാരണയായിരിക്കും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക എന്താ? ആ ഭക്ഷണത്തിന് രുചിയില്ലാതിരുന്നാൽ എന്ത് ചെയ്യും? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറ്റം പറയോ? ഇല്ല. അവിടെയാണ് നമ്മൾക്ക് മുഅ്മിനീങ്ങൾക്ക് തൗഹീദുള്ള ആളുകൾക്ക് ഉണ്ടാകേണ്ട ചിന്ത അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെ കടന്നു വന്നപ്പോൾ, ഭക്ഷണത്തിന് രുചിയില്ലാതെ വന്നപ്പോൾ, ആ ഭക്ഷണം വേണ്ടാതായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവിടെ നിന്ന് കുറ്റം പറയാതെ, ഭക്ഷണത്തെക്കുറിച്ച് കുറ്റം പറയാതെ അത് മാറ്റിവെച്ചു, കഴിക്കാതെ മാറ്റിവെച്ചു. അത്രയേ ഉള്ളൂ. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ രുചിക്കുറവും ആ ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അതിന്റെ പേരിൽ ഒരു കലഹം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവത്തോട് തന്നെ കാണണമെന്ന് മാത്രമല്ല, നല്ല ഒരു അന്തരീക്ഷം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളെ വീടുകളിൽ ഏറ്റവും നല്ല അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ അതുവഴി എന്ത് ചെയ്യണം? അവരുടെ മനസ്സിനെ കീഴടക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ മനസ്സിനെ, ഭാര്യയുടെ മനസ്സിനെ കീഴടക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ സന്തോഷം നൽകാൻ എപ്പോഴും അവരാഗ്രഹിക്കുന്നത്, അവരെന്തെങ്കിലും, സ്ത്രീകൾ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നത്, അവരെന്തെങ്കിലും നന്മ ചെയ്തു കഴിഞ്ഞാൽ അവളെ ഭർത്താവ് എന്ത് ചെയ്യണം? നന്നായി എന്ന് പറയുന്ന അവസ്ഥ ഭർത്താവിന്റെ നാവിൽ നിന്ന് കേൾക്കണം എന്നാണ്. നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നമ്മളെ ജീവിതത്തിൽ കുറിച്ചിട്ട് ആലോചിച്ച് വെക്കാം. ഈ വിഷയങ്ങളൊക്കെ കേൾക്കണം, മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാം. ഇത്രയേ ഉള്ളൂ. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാം. എനിക്കെന്തെങ്കിലും പോരായ്മ ഉണ്ടോ? അതായിരുന്നു സ്വഹാബാക്കൾ എവിടെന്നെങ്കിലും കേൾക്കാനല്ല അവർ ആഗ്രഹിച്ചത്. അവരെന്താണ്? ചോദിച്ച് മനസ്സിലാക്കാനാണ് ആഗ്രഹിച്ചത്. ശരി, നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നില്ലെങ്കിൽ എന്നിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് എന്ത് ചെയ്യാ, ഞാൻ എന്നിലേക്ക് നോക്കി എന്ത് ചെയ്യാ, ആ വിഷയങ്ങൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിച്ചാൽ അവൾക്ക് എന്ത് ചെയ്യും? അവളുടെ ഭർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പൊ അവളുടെ സ്നേഹം പിടിച്ചു കിട്ടാനുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അഭിനയമല്ലല്ലോ, ഇതൊന്നും യഥാർത്ഥത്തിൽ അഭിനയമല്ല, മറിച്ച് എന്താണ്? ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യം പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഭാര്യയോട് പറയണം, അല്ലെ? എത്ര നല്ലത് ചെയ്തു തരാലും ഇത് നല്ല ഉഷാറായിട്ടുണ്ട് എന്ന് അവളോട് പറയാനുള്ള മാനസികാവസ്ഥ നമുക്കില്ലെങ്കിൽ സഹോദരങ്ങളെ, വലിയ കുഴപ്പങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ സ്വന്തത്തെ കുറിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം വിഷയങ്ങൾക്കിടയിലാണ് തൗഹീദ് ദഅവത്ത് ചെയ്യുന്നുണ്ട്, ജിഹാദിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മുഅല്ലിമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധപ്പെടാത്ത ഏത് മേഖലയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ തിരക്കുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരക്കുള്ള ഒരു മനുഷ്യൻ വേറെ ആരായിരുന്നു? പക്ഷെ എന്നിട്ടും കുടുംബജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃക അത് എത്രമാത്രം ഉണ്ട് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിക്കാറുണ്ടായിരുന്നു. എന്തായിരുന്നു? ഹുമൈറ, അല്ല ചുവപ്പ് തുടപ്പുള്ളവളെ എന്ന് നേർന്ന്, ചുവപ്പും വെള്ളയും കലർന്ന കളറായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് ഹുമൈറ എന്നാണ് വിളിച്ചത്. സഹോദരൻ, നല്ല വാക്ക് അത് ഭാര്യയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എത്രമാത്രം അറിയാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ എന്താണ് ആയിഷ എന്ന് വിളിക്കുന്നതിന് പകരം എന്ത് ചെയ്യും? ആയിഷു എന്ന് വിളിക്കും. ആയിഷ് ഷോർട്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ആയിഷ എന്ന് വിളിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ്? ആ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ്. തന്നെ കുറിച്ച് നല്ലത് കേൾക്കണം, നല്ലത് പിന്നെ ഭർത്താവിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയമാണ്. അതൊക്കെ നമ്മൾ ആ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പിൻപറ്റി എന്ത് ചെയ്യുക? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ചില കവികൾ പറയാറുള്ളത് പോലെ ഉഖയ്യ ഇന്നൽ ബിർറ ശൈഉൻ ഹയ്യിനുൻ, ബിർ എന്ന് പറയുന്നത്
നന്മ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യമാണ്. കുറേ കഷ്ടപ്പാടൊന്നും അതിന് പിന്നാലില്ല. പിന്നെ വജുഹു തലീഖുൻ വകലാമുൽ ലയ്യിൻ, വജുഹുൻ തലീഖുൻ വകലാമുൽ ലയ്യിൻ, നല്ല 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 മുഖപ്രസന്നതയോടുള്ള ആ മുഖം, അതുപോലെ തന്നെ പ്രസന്നതയോടുള്ള മുഖം കണ്ടാൽ ആർക്കും എന്താണ് സംസാരിക്കാൻ തോന്നണം. അതുപോലെ വകലാമുൽ ലയ്യിൻ എന്നാണ് ലോലമായ നല്ല നേർത്ത വാക്കുകൾ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ. ഇതൊക്കെയാണ് സഹോദരങ്ങളെ ബിറിന്റെ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ എന്ന് അത് നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ കൂട്ടുകാരേക്കാൾ നമ്മുടെ ഭാര്യയോടാണ്, ഭാര്യ ഭർത്താവിനോടാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ ഭാര്യയെ ആദരിക്കുക എന്നുള്ളത് അത് കറമിൽപ്പെട്ടതാണ്, അത് ഔദാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവളെ അവഗണിക്കുക അല്ലെങ്കിൽ അവളെ നിസ്സാരമാക്കി തള്ളിയിടുന്ന അവസ്ഥ, പലപ്പോഴും ആ നിസ്സാരമായ വാക്കുകളും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വളരെ ഗൗരവമുള്ള വിഷയങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ ഗൗരവമുള്ള ആളുകളുടെ മുന്നിലായിരിക്കും. ഭാര്യയുടെ പിതാക്കന്മാരുടെ, മാതാപിതാക്കളുടെ, കുടുംബങ്ങളുടെ മുന്നിൽ, അല്ലെങ്കിൽ ഭാര്യയുടെ മറ്റ് ബന്ധുക്കളുടെ മുന്നിലൊക്കെ അവളെ അവഹേളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ആ വേദന ഒന്നുണ്ടല്ലോ, ആ മനസ്സ് തട്ടുന്ന ആ വേദനകളൊന്നും എത്ര ശ്രമിച്ചതിനാലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. അത് ചില മുറിവുകളുണ്ട്, ആ മുറിവുകൾ ചിലപ്പോൾ നമുക്ക് പല സർജറികൾ ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷെ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില വേദനിപ്പിക്കൽ, അതൊക്കെ അതെപ്പോഴും കാലാകാലം അവരുടെ മനസ്സ്, അതാണ് സ്ത്രീകളുടെ മനസ്സ് അങ്ങനെയാണ്. ആ രൂപത്തിൽ തന്നെ നമ്മൾ സ്ത്രീകളെ സമീപിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, ഏറ്റവും പരിപൂർണമായി ഈമാനിന്റെ ആളുകൾ എന്ന് പറയുന്നത്, ഈമാനിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണെന്നുള്ളതാണ്. ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകൾ. ഞാൻ പറഞ്ഞില്ലേ, സ്വഭാവം എന്നുള്ളത് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ളത് എന്താണ്? ഇന്നമൽ ഇൽമു ബിത്തഅല്ലും. ഇൽമ എന്നുള്ളത് എന്താണ്? ഇൽമ എന്നുള്ളത് അത് പഠിച്ചെടുക്കേണ്ടതാണ്. അറിവ് എന്നുള്ളതാണ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതുപോലെ തന്നെയാണ് ഇന്നമൽ ഹിൽമു. ഹിൽമ എന്നുള്ളത് അഥവാ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഗളബ് ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിച്ചു നിൽക്കുക, ആ കാര്യങ്ങളൊക്കെ അത് പഠിച്ചെടുക്കുക എന്നുള്ളത്, പരിശീലിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അപ്പം ഹിൽമ മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ ഹുലുക്ക് മുഴുവനും, സ്വഭാവങ്ങൾ മുഴുവനും നമ്മൾ പഠിച്ച് പരിശീലിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. എന്നിട്ട് പറഞ്ഞു ആ സ്വഭാവം എവിടെയാണ് കാണിക്കേണ്ടത്? അതാണ് നമ്മളെ അടുത്ത വിഷയം. ഈ സ്വഭാവം കാണിക്കേണ്ടത് നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിലോ അല്ല. കാരണം സഹോദരങ്ങളുടെ ഇടയിൽ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും, പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രയാസപ്പെടുന്ന വാക്കുകളും സംസാരങ്ങളും ഉണ്ടാകുന്നുവെങ്കിൽ നമ്മളത് പരിശോധിക്കണം. വഖൈറുക്കും ഖൈറുക്കും ലിനിസാഇഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ നിങ്ങൾ ഏറ്റവും ഖൈറുള്ള ആളുകൾ എന്നുള്ളത് ഭാര്യമാരോട് നന്മ ഖൈറായ രീതിയിൽ വർത്തിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. നമ്മൾ പരിശോധിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കുറിച്ച് അങ്ങനെ ഞാൻ അതിന്റെ അവകാശിയായി മാറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ഏറ്റവും ഖൈറായ ആളുകൾ എന്നുള്ളത് നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കുന്ന ആളുകളാണെന്നാണ്. ആ ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടോ എന്ന് എന്ത് ചെയ്യാ നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കാം. സഹോദരൻ, ഹബ്ബുർ റസൂൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഈ ബിദ്അത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ വലാലത്തുകൾ കാണുമ്പോൾ അവിടെ മാത്രം പ്രയോഗിക്കാനുള്ളതല്ല. ഹബ്ബു റസൂൽ എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മനസ്സിലായില്ലേ? അത് വെറും അഖീദയിലും മൻഹജിലും സുന്നത്തെടുക്കുന്ന മറ്റുള്ള ബിദ്അത്തിന്റെ എതിരായിട്ടുള്ള സുന്നത്തുകളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചും ആ സ്വഭാവം എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതം എങ്ങനെയായിരുന്നു അതുപോലെയുള്ള കുടുംബജീവിതം എനിക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. അപ്പോഴേ ഹുബ്ബു റസൂലൊക്കെ പൂർത്തിയാകുള്ളൂ. നമ്മൾ റബീഉൽ അവ്വൽ 12 കാണുമ്പോഴത്തേക്കും അവിടെ ഹുബ്ബു റസൂലും സുന്നത്തും ബിദ്അത്തും അവിടെ മാത്രം പ്രയോഗിക്കാനുള്ള എന്ന് ഓർമ്മപ്പെടുത്താനാണ്. അതുകൊണ്ട് തന്നെ നമ്മള് സ്വഭാവം നമ്മൾ നന്നാക്കിക്കൊണ്ടേയിരിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഉത്തമർ എന്നുള്ളത് നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി വർത്തിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങൾ പറയണം. വമിൻ ഇക്റാമി സൗജ അത്തലത്തുഫു മഅഹ വമുദാഅബതുഹ. എന്താണ് ഏറ്റവും ഇക്റാം? സൗജത്തിനോടുള്ള, ഭാര്യയോടുള്ള, അവരെ ആദരിക്കുന്നതും അവരോട് ഇക്റാം കാണിക്കുന്നതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെന്ത്? അവരോട് ലുത്തുഫ് കാണിക്കുക.
മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അവരോട് സംസാരിക്കാനും അവരോടൊപ്പം കളിതമാശകളൊക്കെ സംസാരിക്കാനും കളിക്കാനും ഒക്കെ അവർക്ക് പറ്റണം എന്നുള്ളതാണ്, ഭർത്താവിന് പറ്റണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഹോദരങ്ങളെ സമയം. നമ്മളൊരു സമയം നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. അത് എത്ര വലിയ കാര്യങ്ങൾ, കുടുംബജീവിതത്തിന് ഭംഗം വരുത്തിക്കൊണ്ട് നമ്മൾ എത്ര വലിയ നന്മകൾ സമൂഹത്തിൽ ചെയ്താലും അതിനൊരു കാര്യമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത് നമ്മുടെ കുടുംബജീവിതമാണ്. കുടുംബജീവിതത്തിൽ ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഏറ്റവും വലിയ ഏതൊരു ഉന്നത കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ നമ്മുടെ ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഇവിടെ ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സ്വാലിഹത്തായ ഭാര്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഭാര്യ എന്ന് മാത്രം കേൾക്കുമ്പോൾ ആരും എന്ത് ചെയ്യരുത്, അത് ചൂഷണത്തിനുള്ള വകയായിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. സ്വാലിഹത്തായിട്ടുള്ള ഭാര്യക്കും കുറെ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കണം, മനസ്സിലാക്കണം. ശരി, അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നല്ല വാക്കുകൾ പറയുക, പുഞ്ചിരിക്കുക എന്നുള്ളത് എന്താണ്, സ്വതക്കയാണ്. സ്വാഭാവികമായിട്ട് ഒരാളോട് പുഞ്ചിരിക്കുക എന്നുള്ളത് സ്വതക്കയാണ്. അപ്പൊ ഭാര്യയോട് നമ്മൾ പുഞ്ചിരിച്ചാലോ, നമ്മൾ നല്ല മുഖത്തോടുകൂടി പ്രസന്ന മുഖത്തോടുകൂടി ഭാര്യയെ സമീപിച്ചാലോ അതിൽ കിട്ടുന്ന പ്രതിഫലത്തെ സ്വതക്ക എന്ന് പറയുമ്പോൾ സ്വതക്കയുടെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഈ ഒരു വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണണം എന്ന് ഓർമ്മപ്പെടുത്താണ്. ഈ വിഷയമായി ധാരാളം കാര്യങ്ങളുണ്ട്, നമുക്ക് അവിടെ എന്താണ് ഇവിടെ ചുരുക്കാം. ശരി, അടുത്തൊരു വിഷയം എന്നുള്ളത് ഭർത്താവ് ഭാര്യയോടുള്ള കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അൽ ഇഫാഫ്. അവളെ ഇഫത്തുള്ളവളാക്കി മാറ്റുക എന്നുള്ളതാണ്, ചാരിത്ര ശുദ്ധിയുള്ളവളാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അവൾക്ക് കൊടുക്കേണ്ട ഹക്ക്, യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താവ് എന്നുള്ളത്, പുരുഷ സ്ത്രീ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് അവരുടെ വികാരങ്ങൾ ശമിപ്പിക്കാനുള്ള ഒരു അവസ്ഥയാണ് ശരിക്കെന്നാണ് നിക്കാഹ്. അത് ഹലാലായ മാർഗത്തിലേക്ക് ആക്കണം. അതുകൊണ്ട് നിക്കാഹ് എന്നുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവ് ഭാര്യയിൽ നിന്നും ഒക്കെ എന്താണ് ഇഫ്ഫത്ത് ലഭിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അവളെ ഫിത്നയിലാക്കുന്ന ഒരവസ്ഥയിലേക്ക്, അവളുമായി ബന്ധപ്പെടാത്തൊരവസ്ഥ, അങ്ങനൊരു വിഷയം ഒരു ഭർത്താവിൽ നിന്നുണ്ടാകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയാറുള്ളത് ഏറ്റവും ചുരുങ്ങിയത് ഒരു തുഹറിൽ ഒരു പ്രാവശ്യമെങ്കിലും അവളുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ്. ഫൈദാ തഹർന ഫഅ്തൂഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ് എന്നുള്ള ആയത്തിനെ, അതുകൊണ്ടാണ് പലപ്പോഴും പല വിഷയത്തിലും പ്രവാസികളായി ജീവിക്കുന്ന ആളുകൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവർക്ക് ഭാര്യയുടെ സമ്മതമുണ്ടെങ്കിൽ അത് പണ്ഡിതന്മാർ, ചില ഫിഖിന്റെ പണ്ഡിതന്മാരൊക്കെ 6 മാസം എന്നുള്ള, കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു നിർദ്ദേശം അതൊക്കെ എന്താണ് അതിന്റെ ഒരു കണക്കാക്കി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും അത് വളരെയധികം ഗൗരവമായി നമ്മൾ കാണണം എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു വിഷയമാണ്, എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നുണ്ട് ഭാര്യ അണിഞ്ഞൊരുങ്ങി തന്നെ മുന്നിലേക്ക് കടന്നു വരണം എന്നുള്ളത്. ഇതുപോലെ ഭാര്യക്കും ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവ് അണിഞ്ഞൊരുങ്ങി വരാൻ ആഗ്രഹിക്കുന്നവൾ തന്നെയാണ്. നമുക്കറിയാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എങ്ങനെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഇന്നി ലഅതസയ്യനു ലിംറഅതി കമാ തതസയ്യനു, അവൾ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് പോലെ ഞാനും അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, അണിഞ്ഞൊരുങ്ങാറുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ശരീരശുദ്ധിയും കാര്യങ്ങളും ഒക്കെ എന്താണ് കുടുംബജീവിതത്തിന്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. മനസ്സിലായില്ലേ? അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും പഠിപ്പിച്ച വിഷയങ്ങൾ തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവളെ സംരക്ഷിക്കുക, അൽ ഹുഫാദു അലൈഹ വസിയാനതിഹ. അതുപോലെ തന്നെ എന്താണ്, അവളെ സംരക്ഷിക്കാൻ പറ്റണം നമുക്ക് എല്ലാ രീതിയിലും, എല്ലാ ഷർറുകളിൽ നിന്നും നമ്മുടെ ഭാര്യയെ സംരക്ഷിക്കാൻ. ഗീറത്ത് എന്നുള്ള സംഗതി ഉണ്ടല്ലോ, ഗീറത്ത്, ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഗൗരവമായി തന്നെ കാണും. അന്യപുരുഷന്മാരോട് സംസാരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ളൊരു വകുപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്, നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഏത് രീതിയിലും പറയുകയാണെങ്കിലും അതെന്താണ്, അതെല്ലാ രീതിയിലും നമുക്ക് എല്ലാ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട അത് പല രീതിയിലുള്ള ഡെലിവറി
വരുമ്പോഴും ഒക്കെ നമുക്കൊരു ഗീറത്ത് ഉണ്ടാകണം. ആ ഒരു ഓൺലൈനായിട്ട് ഒരു ഓർഡർ കൊടുത്തു, ഭാര്യ മാത്രമാണ് അവിടെ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗീറത്ത് ഉണ്ടാകണം. ഞാൻ ഉള്ള സമയത്തെ ആ സാധനം എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ഗീറത്ത്. അതിനൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഏത് വിഷയത്തിലും ഭാര്യയെ മറ്റുള്ള ആളുകളുടെ മുന്നിലേക്ക് അത് എത്തിക്കുന്ന അതൊരു നമുക്ക് ചിലപ്പം കുട്ടികൾക്ക് അസുഖം ബാധിക്കും. അപ്പോഴും നമുക്ക് ജോലി തിരക്കൊന്നുമില്ലെങ്കിൽ, ജോലിയിൽ നിന്ന് അല്പസമയം മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യാം, ആ കുട്ടികളെ അവിടെ ഹോസ്പിറ്റലിലും മറ്റും ചികിത്സിക്കാനായി നമ്മൾ കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഏത് വിഷയത്തിൽ, സ്കൂളുകളുടെ വിഷയത്തിലാണെങ്കിലും അവളെ നമ്മൾ ആളുകളുടെ മുന്നിൽ അനാവശ്യമായി ഇറക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതുപോലെ തന്നെ അവളെ എല്ലാ രീതിയിലും അവളെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. എല്ലാ ഷെറുകളും അവളിലേക്ക് കടന്നു വരുന്ന എല്ലാ ഷെറുകളും, ഇതിനർത്ഥം ഇത് രണ്ട് വിഷയത്തിലാണ് നമ്മൾ കാണേണ്ടത്. പല ആളുകളും ഇതിനെ വളരെ ശുദ്ധത്തോടു കൂടിയും കാണും, ചില ആളുകൾ വളരെ അലംഭാവത്തോടു കൂടി കാണും. ശുദ്ധത്തോടു കൂടി കാണുന്ന ആളുകളുണ്ട്. എന്താണ്, എല്ലാ തൊട്ടിനും പിടിച്ചതിനും ഒക്കെ എന്ന് പറയില്ല, നമ്മള് എല്ലാ വിഷയത്തിലും അവളോട് വളരെ കണിശത വാടിച്ച് അവസാനം എന്താണ്, അവളൊരു അടിമയെ പോലെ വീട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കരുത്, ഇങ്ങനെ അവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെ അലംഭാവം കാണിക്കുന്ന ഏത് വിഷയത്തിലും എന്താണ്, പണ്ടൊരാൾ പറഞ്ഞത്, ഒരു പുതിയാപ്പിള പറഞ്ഞൊരു സംഗതിയാണ്. എന്താണത്, വീട്ടിലേക്ക് വന്നപ്പോഴെന്താണ്, സംഭാവനക്ക് വന്നപ്പം പുതിയാപ്പിള എന്താണ് മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം അമ്മായിയമ്മ പറയാണ് അതോടെ എന്താണ്, ഇവിടെ ആണുങ്ങളായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ പുതിയാപ്പിള മനസ്സിലായത് ഞാനൊരു പുരുഷനല്ല എന്നുള്ളത്, പുരുഷൻ എനിക്കില്ല എന്ന് മനസ്സിലായത് എന്താന്നുള്ളത്. സഹോദരങ്ങൾ, അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ മനസ്സിലായില്ലേ, എല്ലാ രീതിയിലും ഭാര്യയെ തുറന്നു വിടുന്ന അത് ഹിജാബ് ധരിച്ചാലും അല്ലെ ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, കൊടുക്കുകയും ചെയ്യരുത്. ആ കണിശമായ ഒരു ശുദ്ധത്തെ നമ്മൾ അവരോട് കാണിക്കുകയും ചെയ്യരുത്. മനസ്സിലല്ലേ, ഒരു രീതിയിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കൂട്ടിലിട്ട പോലെ അങ്ങനെ അവസ്ഥയും ഉണ്ടാക്കരുത്. നമുക്കൊക്കെ അവർക്കും പല ആവശ്യങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഗാർ, അല്ലാഹു ഗീറത്തുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വ ഇന്നൽ മുഅ്മിന യുഗാർ, തീർച്ചയായും മുഅ്മിനും ഗീറത്തുള്ളവനാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഗീറത്ത് എന്നുള്ള അയ്യത്തിയൽ മുഅ്മിന മാ ഹറമ അലൈഹി, അവൻക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ ഒരു മുഅ്മിന് ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഗീറത്ത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഹറാമ് ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, ഏത് വാതിലുകൾ കൊട്ടിയടച്ചാലും, ഏത് കൂനാക്കൂരിട്ടിൽ നമ്മൾ ഒരു ഹറാമ് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാലും അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം അത് നമ്മൾ യുവാക്കളിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മുറാഖബത്തുള്ള, അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ഒരു ലജ്ജ, ആ ലജ്ജയായിരിക്കണം അവനെ തടയേണ്ടത്. ഒരു ഹറാമ്, അത് ഏത് വിഷയത്തിലുള്ള ഹറാമാണെങ്കിലും, അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒറ്റക്കായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹുവിന് മുന്നിൽ ഞാൻ ലജ്ജിക്കുന്നു എന്നുള്ളൊരവസ്ഥ, ആ ഒരു ഗീറത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഗീറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് അവരുടെ ഭാര്യയുടെ വിഷയത്തിലാണ് അത് കൂടുതൽ കാണിക്കേണ്ടത്. അവരുടെ ഭാര്യമാരുടെ വിഷയത്തിൽ ഗീറത്തുള്ളവനായും അവൾ ഗീറത്തുള്ളവളുമായി മാറണം എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഓരോന്നും ചുരുക്കി പറയാം. അപ്പം ഇത്രയുമാണ് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഈ വിഷയത്തില് നമുക്ക് സംസാരിക്കാൻ. നമുക്ക്